ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ 2-3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസ് എന്താണ് എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പൊതുവായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ അവർ സിമിലർ ആണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, ഈ രണ്ട് കണ്ടീഷനിങ്ങും അസോസിയേറ്റീവ് ലേണിംഗ് പ്രിൻസിപ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണെങ്കിലും അസോസിയേഷനാണ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലും അസോസിയേഷനാണ് ഉള്ളത്. ഇനി രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ, എക്സ്റ്റെൻഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് കണ്ടീഷനിങ്ങിലും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മുടെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് അതുപോലെ തന്നെ കണ്ടീഷൻഡ് റെസ്പോൺസ് ഇത് രണ്ടും എലിസിറ്റ് ചെയ്യുന്നതാണ്. ഇസ് എലിസിറ്റഡ് ഓർ ട്രിഗേർഡ് ഓട്ടോമാറ്റിക്കലി ബൈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഓർ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതായത് ഇപ്പം നമ്മൾ ഫുഡിനോട് സലൈവേഷൻ ഉണ്ടായി എന്ന് പറയുന്നതും അതിനുശേഷം ബെല്ലെന്ന് പറയുന്ന കണ്ടീഷൻഡ് റെസ്പോൺസിനോട് സലൈവേഷൻ ഉണ്ടായി എന്ന് പറയുന്നതും അവിടെ വോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസ് അല്ല. ആ രണ്ട് റെസ്പോൺസസ് എന്ന് പറയുന്നത് അത് നാച്ചുറലി എലിസിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ട്രിഗേർഡ് ഓട്ടോമാറ്റിക്കലി, അതായത് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൺട്രോൾ ഇല്ലാതെ തന്നെ ഉണ്ടാവുന്ന കാര്യമാണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി എ റിഫ്ലെക്സ് ആൻഡ് ആൻ ഇൻവോളണ്ടറി റെസ്പോൺസ്. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അതേസമയം ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലാണെങ്കിൽ ബിഹേവിയർ ഈസ് എമിറ്റഡ് ബൈ ദ ഓർഗാനിസം ആൻഡ് ഈസ് എസെൻഷ്യലി വോളണ്ടറി. അതായത് ഇത് ഓർഗാനിസം എമിറ്റ് ചെയ്യുന്നതാണ്, അതായത് ഓർഗാനിസത്തിന് ഒരു വോളണ്ടറി കൺട്രോൾ ഈ ഓപ്പറൻറ്റ് ബിഹേവിയറിൻ്റെ കാര്യത്തിൽ ഉണ്ട്. ഇനി അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ സ്റ്റിമുലസ് ഇസ് ഗ്യാരണ്ടീഡ് ടു പ്രൊഡ്യൂസ് ദ റെസ്പോൺസ്. ഇപ്പം ഫുഡ് കാണിച്ചാൽ സലൈവേഷൻ എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ്. അപ്പം കണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ ആ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ആ കണ്ടീഷൻഡ് റെസ്പോൺസും ഉണ്ടാവും. സോ സ്റ്റിമുലസ് ഇസ് ഗ്യാരണ്ടീഡ് ടു പ്രൊഡ്യൂസ് ദ റെസ്പോൺസ്. അപ്പോൾ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനുള്ള റെസ്പോൺസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ അങ്ങനെയല്ല. The likelihood of particular operant response being emitted is a function of the past consequences of such behavior. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ബിഹേവിയർ പണ്ട് ചെയ്തപ്പം എന്തായിരുന്നോ എനിക്കതിന് കിട്ടിയ റെസ്പോൺസ് എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രമേ ഓപ്പറൻറ്റ് റെസ്പോൺസസ് എമിറ്റഡ് ആവുള്ളൂ. അപ്പം പ്രോബബിലിറ്റി ഉണ്ട്, എമിറ്റഡ് ആവാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്, പക്ഷെ അത് ഗ്യാരണ്ടീഡ് എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പം ഓപ്പറൻറ്റ് റെസ്പോൺസ് ഇപ്പം ലിവർ പ്രസ് ചെയ്യും എന്നുള്ളത് ഗ്യാരണ്ടീഡായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള പാസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു റെസ്പോൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ആണുള്ളത്, പക്ഷേ നെവർ സർട്ടൺ. അത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് വരുമ്പം ആ ഗ്യാരണ്ടീഡ് എന്ന് പറയാൻ പറ്റില്ല, പ്രോബബിൾ ആണ്, ഉറപ്പല്ല, ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് വർക്ക്സ് ഇൻ ബേസിക്കലി ദ സെയിം വേ റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ് ഈസ് പ്ലഷറബിൾ ഓർ അവേഴ്സീവ്. ഇപ്പം അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇപ്പം പ്ലഷറബിൾ ഫുഡാണെങ്കിൽ അത് പ്ലഷറബിളാണ്, അവേഴ്സീവ്. ഇപ്പം ഉദാഹരണത്തിന് ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ അത് അവേഴ്സീവാണ്. ഇത് രണ്ടിനോടും നമുക്ക് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അത് രണ്ടിനോടുമുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഇപ്പം കണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെ നേച്ചർ ഇപ്പം പ്ലഷറബിൾ ആണോ അവേഴ്സീവ് ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല, കണ്ടീഷൻഡ് സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ പറയുന്ന സ്റ്റിമുലസിൻ്റെ
പ്ലഷറബിൾ അല്ലെങ്കിൽ അവേഴ്സീവ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല റെസ്പോൺസ് ഉണ്ടാകുന്നത്. അതേസമയം ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ നമ്മളൊരു റെസ്പോൺസ് നടത്തിയപ്പോൾ പ്ലഷറബിൾ ഔട്ട്കം ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ആ റെസ്പോൺസ് റിപ്പീറ്റ് ചെയ്യാനും, ഒരു അവേഴ്സീവ് ഔട്ട്കം ആണ് അതിനുണ്ടായിട്ടുള്ളതെങ്കിൽ ആ റെസ്പോൺസ് പിന്നീട് ഉണ്ടാവത്തുമില്ല. ഓക്കെ, സോ അതായത് പ്ലഷറബിൾ ഔട്ട്കം ആണെങ്കിൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. അതേസമയം അവേഴ്സീവ് ഔട്ട്കം ആണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഒരു ബിഹേവിയർ പിന്നെ കാണിക്കില്ല. അപ്പം കണ്ടീഷൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നേച്ചർ ഓഫ് ദ സ്റ്റിമുലസ് പ്ലഷറബിൾ ആണോ അവേഴ്സീവ് ആണോ എന്നുള്ളത് കൊണ്ടൊന്നും, അതായത് അവേഴ്സീവ് ആയതുകൊണ്ട് ആ ഒരു റെസ്പോൺസ് ഉണ്ടാവാതിരിക്കുന്നില്ല. അവേഴ്സീവിനോടും ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്, പ്ലഷറബിൾ ആണെങ്കിൽ അതിനോടും ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ അകത്ത് പ്ലഷറബിൾ ഔട്ട്കം ആണ് ഒരു റെസ്പോൺസിന് റിസൾട്ടായിട്ട് ഉണ്ടായതെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയും, അവേഴ്സീവ് ഔട്ട്കം ആണ് ഒരു റെസ്പോൺസിനോടുള്ള റിസൾട്ടായിട്ട് ഉണ്ടായതെങ്കിൽ ആ റെസ്പോൺസ് പിന്നീട് ഉണ്ടാവുകയും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു പുതിയ SR കണക്ഷനാണ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതേസമയം ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ ഒരു ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ റെപ്പർട്ടോറിൽ സ്ട്രെങ്തൻ ചെയ്യുകയോ അല്ലെങ്കിൽ വീക്കൻ ചെയ്യുകയോ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ദ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് റെസ്പോൺസ് ടെൻഡൻസീസ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ ആനിമൽസ് ബിഹേവിയറൽ റെപ്പർട്ടോറി. ആനിമലിൻ്റെ ബിഹേവിയർ റെപ്പർട്ടോറിൽ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ്. ഒന്നെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഔട്ട്കം പ്ലഷറബിൾ ആണ് എങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യും. ഇനി അവേഴ്സീവ് ഔട്ട്കം ആണെങ്കിൽ ചിലപ്പോൾ അത് വീക്കൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ പുതിയതായിട്ടുള്ള ഒരു കണക്ഷൻ ഫോം ചെയ്യുകയല്ല ചെയ്യുന്നത്, ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ടെൻഡൻസിയെ ഒന്നെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നു അല്ലെങ്കിൽ വീക്കൻ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, ദ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ the reinforcer is presented regardless of what the animal does and is presented before the response. അപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് അവിടെ ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത്. ആനിമൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് എന്ത് ചെയ്യുന്നു ഇതൊന്നും ബാധകമല്ല. സോ ദ റീഇൻഫോഴ്സർ ഈസ് പ്രസൻറ്റഡ് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ആനിമൽ ഡസ്. ആനിമൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചൊന്നും അല്ല. ആൻഡ് ഇസ് പ്രസൻറ്റഡ് ബിഫോർ ദ റെസ്പോൺസ് ഉണ്ടാകുന്നതിന് മുമ്പ് അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ the reinforcer is only presented if the animal emits some specified or pre-selected behavior and is presented after the behavior. Operant conditioning reinforcer present ചെയ്യുന്നത് ആനിമൽ ഒരു റെസ്പോൺസ് നടത്തി കഴിയുമ്പോഴാണ് നമ്മൾ പ്രീസെലക്റ്റഡ് ആയിട്ട് അതായത് പ്രീസെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആ ബിഹേവിയറിന് റീഇൻഫോഴ്സർ കൊടുക്കുന്നത്. പക്ഷേ ഓപ്പറൻറ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അങ്ങനെയല്ല. ആനിമൽ എന്ത് ചെയ്യുന്നില്ലയോ എന്നുള്ളത് ബാധകമല്ല, റീഇൻഫോഴ്സർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ റീഇൻഫോഴ്സർ പ്രസൻറ്റ് ചെയ്യുന്നത് ആനിമൽ അല്ലെങ്കിൽ ആ ഓർഗാനിസം ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കാണിച്ചെങ്കിൽ മാത്രമേ എന്ത് കൊടുക്കുന്നുള്ളൂ, റീഇൻഫോഴ്സറിനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷനിങ്ങിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ടിപ്പിക്കലി മെഷർ ചെയ്യുന്നത് ആ റെസ്പോൺസിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേറ്റൻസിയെ ബേസ് ചെയ്തിട്ടുമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സലൈവ ആണെങ്കിൽ എത്ര ഡ്രോപ്സ് ഓഫ് സലൈവ ഉണ്ടായിട്ടുണ്ട്. ഇനി ലേറ്റൻസിയുടേതാണെങ്കിൽ ഹൗ ക്വിക്ക്ലി ദ റെസ്പോൺസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റിമുലസ്. ആ സ്റ്റിമുലസിനോട് എത്ര ക്വിക്കായിട്ട് ആ ഒരു റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് നടന്നതിൻ്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ മാഗ്നിറ്റ്യൂഡോ ലേറ്റൻസിയോ ഒന്നും അല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ആ ഒരു സ്ട്രെങ്താണ്
അല്ല ആ ഒരു റെസ്പോൺസിൻ്റെ റേറ്റ് ആണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ദ സ്ട്രെങ്ത് ഈസ് മെഷേർഡ് മെയിൻലി ആസ് റെസ്പോൺസ് റേറ്റ്. എത്ര അതായത് ആ റെസ്പോൺസിൻ്റെ ഒരു റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റ് ആണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അല്ലാതെ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ലേറ്റൻസിയോ അല്ല. റെസ്പോൺസിൻ്റെ റേറ്റ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മേജർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. നമ്മൾ സിമിലാരിറ്റി ആദ്യം പറഞ്ഞായിരുന്നു, മേജർ ഡിഫറൻസസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള സാമ്യങ്ങളും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിൽ വിഭിന്നമാണ് അല്ലെങ്കിൽ വ്യത്യസ്തമാണ് എന്നുമാണ് നമ്മളിപ്പോൾ കണ്ടത്.